ഹായ് ഓൾ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പ് ഇറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ പ്ലാൻ ചെയ്യണമായി, പിന്നെ സ്കൂളുണ്ടായതുകൊണ്ട് ഇങ്ങനെ ലേറ്റായി നിന്നതാണ് കേട്ടോ. ലേറ്റായി പോയതാണ്. അപ്പോൾ ഇതാ വീട്ടിലേക്ക് ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബസ് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇതാ ആമിനാനൊക്കെ ഞാൻ ഫുള്ളിപ്പം നടത്തിക്കലാണ്. നടക്കട്ടെ, കുട്ടികൾ നടന്ന് വളരട്ടെ. അപ്പോൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ അതാ നല്ല നനയിലാണ് കേട്ടോ. ഉമ്മ കുറേ പച്ചക്കറിയും ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മയും കൂടെ ഞാൻ പോയപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല ഇവിടെ. അപ്പോൾ ഇവിടെ പച്ചക്കറിയൊന്നും വാങ്ങാനില്ലോ തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോ പച്ചില അങ്ങനെ കാണാണ്ട് നെറ്റും കെട്ടി കൊടുത്തിട്ടുണ്ട് കോഴികൾ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കായ്ഫലങ്ങളൊക്കെ തെറ്റ മാഷാ അല്ലാ, അടിപൊളിയായിരിക്കണേതായാലും. ഞാൻ അമ്മനോട് പറയുന്നു, ഇത്രയും കാലം ഉണ്ടായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേനൽക്കാലത്താണ് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ നമ്മളെ വീട്ടിലൊരു ഫ്രൂട്ടാണോ എന്നറിയില്ല, വെജിറ്റബിൾ ആണോ എന്നറിയില്ല, അങ്ങനെ ഒരു കായ ഉണ്ട് കേട്ടോ. ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ് പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കണത്. പക്ഷേ ഇത് എന്ത് ചെയ്യും എങ്ങനെ ആക്കും എന്നും അറിയില്ല കേട്ടോ. കുറേ ചാടി പോയിട്ടുണ്ടായിരുന്നില്ല, വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാവുന്ന ടൈമിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആവും, പിന്നെ ഇങ്ങനെ മൂപ്പായിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറാവും കേട്ടോ. എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഞാനിവിടെ ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ 2 മാസത്തിൻ്റെ പുറത്തായിട്ടോ. അമ്മ പുതിയ കുപ്പികളൊക്കെ വാങ്ങി വെച്ചിരുന്നേ. അപ്പോൾ അത്രയും ഡിലേ ഒക്കെ ആകുമ്പോൾ വീടിനും പരിസരത്തിനൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റമാണ്. അത് അടിച്ചൊരു തുടക്കലൊന്നും ഉമ്മാൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്ക അകത്തിനിലേക്കാറെയാണ് മുറ്റം ഇങ്ങോട്ട് അടിച്ചു വാരിയിട്ട് ഒരു പുളിൻ്റെ ഇലയും കൂടെ നിലത്തുണ്ടാവില്ല, അത് ആദ്യം അടിച്ചു വാരലേക്കാരം. അപ്പോൾ ഇതാ മീനുകളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ റിനുവിനെ വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. റിനു വാ നമുക്ക് ഒപ്പം നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. 2 ദിവസം നിൽക്കുള്ളൂ, 3ാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ തല്ലുടൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ റിനുവിൻ്റെ മോള് സ്കൂൾ ഇട്ടിട്ട് ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്ക് എന്നാൽ സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ടുള്ള ബസ്സിന് പറഞ്ഞയച്ചിട്ടോ. അങ്ങനെ ഷിബിലി വന്നു. ഞങ്ങൾ നോമ്പ് തുറന്നു, അടിപൊളിയായി റാത്തായി. അൽഹംദുലില്ലാ. അവരൊക്കെ ഡ്രസ്സ് എടുത്തേക്കണ കഴിച്ച് ഞാൻ എടുത്തിട്ടില്ല.